ലൈഫ് സ്റ്റൈൽ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിൽ നിരവധി രോഗങ്ങളും നമ്മെ പിന്തുടരുന്നുണ്ട്. നമ്മുടെ ജീവിതശൈലി തന്നെയാണ് ജീവിത രോഗങ്ങളിലേക്കും നമ്മെ നയിക്കുന്നത്. നമ്മോടൊപ്പം ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ജാക്ലിൻ മൈക്കിളാണ് നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടർ, നമ്മളിപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന ജീവിതശൈലിയെക്കുറിച്ച് പറഞ്ഞു. ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുവരുന്നത് നമ്മുടെ ജീവിതശൈലി കൊണ്ട് പ്രമേഹം വരുന്നത്. ഈ ഡയബറ്റിക് അല്ലെങ്കിൽ പ്രമേഹം എന്ന രോഗം എങ്ങനെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതിനൊരു ചികിത്സയില്ലേ? തീർച്ചയായിട്ടും ഡയബറ്റീസിന് ചികിത്സയുണ്ട്. അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നൊരു ജീവിതശൈലി കൊണ്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ നല്ല ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ മരുന്നുകളുടെ ഉപയോഗമൊക്കെ ആവശ്യമായിട്ട് വരും. പക്ഷേ അതിനേക്കാളും സുപ്രധാനമായ ചോദ്യം എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് എങ്ങനെ ഉണ്ടാകുന്നു, എന്ത് ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഡയബറ്റീസ് വരുന്നത്. കാരണം നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്ന വഴി കണ്ടുപിടിച്ചാൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ തിരികെ പോകാനുള്ള വഴിയും നമുക്ക് മനസ്സിലാവുകയുള്ളൂ, അല്ലേ? സോ ഒരു വ്യക്തിക്ക് എങ്ങനെ ഡയബറ്റീസ് ഓഫ് കോഴ്സ് കുറച്ചൊരു അംശം ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടാവാം, എപ്പിജനറ്റിക് ഫാക്ടേഴ്സും ഉണ്ട്. എപ്പിജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ജീൻസിൻ്റെ ഫങ്ഷൻ ഇല്ലെങ്കിൽ നമ്മുടെ എൻവയറമെൻറ്റ്, നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എന്തൊക്കെ ജീൻസിനെ ഓൺ ഓഫ് ഒക്കെ ആക്കുന്നു. ഓക്കെ, ദോസ് എപ്പിജനറ്റിക് ചേഞ്ചസ്. സോ ദാറ്റ് ഹാസ് എ റോൾ, ബട്ട് ഇറ്റ്സ് നോട്ട് അട്ടർലി മേജർ. രണ്ടാമത് മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലി. ഓക്കെ, ജീവിതശൈലിയിൽ എന്താണ്? സോ ഡയബറ്റീസ് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് ഡയബറ്റീസിൽ? അതായത് നമ്മുടെ രക്തത്തിൽ നമുക്ക് എപ്പോഴും ചെക്ക് ചെയ്യുന്ന രക്തത്തിൽ പഞ്ചസാരയുടെ അളവ്. പക്ഷെ അത് എന്തുകൊണ്ട് കൂടുന്നു? അതിനെ സാധാരണഗതിയിൽ രക്തത്തിൽ പഞ്ചസാര ഉണ്ടാകുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഷുഗറിനെയൊക്കെ മാറ്റം ചെയ്യും. പക്ഷേ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ അമിതമായ രക്തത്തിൽ ഷുഗർ വരുമ്പോഴത്തേക്ക് പാൻക്രിയാസ് ഗ്രന്ഥി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത് ക്ഷീണിച്ചു പോകുന്നു. ഓക്കെ, ക്ഷീണിച്ചു പോകുമ്പോൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുന്നു, ഒരു കാര്യം. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പറയും. ഇത് ഇൻസുലിൻ സെൽസിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സെൽസ് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രകടിപ്പിക്കുന്നു. അതായത് പണ്ട് അല്പം ഇൻസുലിനിൽ പ്രവർത്തിച്ചിരുന്ന സെൽസ് കൂടുതൽ ഇൻസുലിനിലും പ്രവർത്തിക്കാതെ വരുന്നു. ഓക്കെ, അതിൻ്റെ അപ്പോൾ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറഞ്ഞാൽ ദ ബോഡി ഈസ് ഹാവിങ് ടു ഡീൽ വിത്ത് ടു മച്ച് ഓഫ് സിമ്പിൾ ഷുഗേഴ്സ്. ഓക്കെ, നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം ആ വെളുത്ത തുടുത്ത സാധനം മാത്രമാണ് പഞ്ചസാര. അല്ല, സിമ്പിൾ ഷുഗേഴ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളിൽ വളരെ പ്രോസസ്ഡായ ഒട്ടുമിക്ക സാധനങ്ങൾ, റൈസ് ആയാലും വീറ്റ് ആയാലും മാവായാലും അൾട്രാ പ്രോസസ്ഡായ ഒട്ടുമിക്ക സാധനങ്ങളിൽ സിമ്പിൾ ഷുഗേഴ്സിൻ്റെ അളവ് കൂടുതലാണ്. ഓക്കെ, അതൊരു കാര്യം. മറിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഭക്ഷണത്തിൽ നാരിൻ്റെ അളവ് വളരെ കുറവാണ്. ഓക്കെ, സിമ്പിൾ ഷുഗേഴ്സ് ഇൻ ദ കോമ്പിനേഷൻ ഓഫ് ഫൈബർ ഈസ് ഓക്കെ. കാരണം പല ഫ്രൂട്ട്സിനകത്ത് സിമ്പിൾ ഷുഗേഴ്സ് ഉണ്ട്. പക്ഷേ അത് ഹോൾ ഫ്രൂട്ടായിട്ട് നമ്മൾ കഴിക്കുന്നതിന് പകരം നമ്മൾ ഹോൾ ഫ്രൂട്ടായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ നാരിൻ്റെ അംശവും നമുക്ക് ചെല്ലുന്നു. അപ്പം അത് അത്രയ്ക്കും ദോഷകരമായിട്ട് വരുന്നില്ല. മനസ്സിലായോ? സോ ദാറ്റ്സ് എ മെയിൻ തിങ്. അപ്പം സോ ദീസ് ആർ സം ഓഫ് ദ ഫാക്ടേഴ്സ്. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാനായിട്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ വ്യായാമം ചെയ്യാത്ത മനുഷ്യരാണെങ്കിൽ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാൻ സാധ്യതയുണ്ട്. സോ ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ദാറ്റ് ഹാപ്പൻസ്. നമുക്ക് ഡയബറ്റീസ് വന്നെന്ന് വിചാരിച്ചു. സോ വാട്ട് കെൻ യു ഡു? വാട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഷുഡ് യു ഡു ഇഫ് യു ഹാവ് ഡയബറ്റീസ്? പ്രത്യേകിച്ച് ഒരു യങ് ഡയബറ്റിക്, നമ്മൾ 50 വയസ്സിൽ താഴെ ഒരു വ്യക്തിക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസ്, അതായത് ഫുൾ ബ്ലോൺ ഡയബറ്റീസിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു സ്റ്റേജ് പ്രീ ഡയബറ്റീസ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സ്റ്റേജ് വരുന്നു. ഓക്കെ, നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു. സോ ഫസ്റ്റ് തിങ് ദേ ഹാവ് ടു ഡു ഇസ് ലുക്ക് അറ്റ് ദ ഡയറ്റ്, അസസ് ദ ഡയറ്റ്. ഞാൻ എന്തൊക്കെ കഴിക്കണം, കഴിക്കണം മാത്രമല്ല ഞാൻ എന്തൊക്കെ കഴിക്കുന്നത്, എങ്ങനെയൊക്കെ കഴിക്കുന്നത്, ഏതൊക്കെ സമയങ്ങളിലാണ് കഴിക്കുന്നത്, ഞാൻ എപ്പോഴാണ് ഉറങ്ങുന്നത്, എനിക്ക് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ എനിക്ക് ആവശ്യത്തിന് വ്യായാമം കിട്ടുന്നുണ്ടോ, ഇതെല്ലാം നമ്മളൊന്ന് അസസ് ചെയ്ത് നോക്കണം. ഇത് അസസ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത്. ഒരു 2-3 ടിപ്സ് തരാം. ദാറ്റ് ഈസ് വെരി ഈസി ടു ഇംപ്ലിമെൻറ്റ് ആൻഡ് നമ്മുടെ ബോഡിയിലെ എക്സസ് ഷുഗറിൻ്റെ അളവ് വളരെ കുറയാൻ സഹായിക്കുന്ന 2-3 ടിപ്സ്. ദാറ്റ് ഈസ് നോട്ട് മെഡിക്കൽ ബേസ്. മെഡിസിൻ ബേസ് ഡെഫിനറ്റ്ലി ഒരു രോഗിയെ ഒരു ഫിസിഷ്യനെ കണ്ട് ചികിത്സ നേടേണ്ടതാണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആർക്കും ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ മാറ്റും? സോ ദാറ്റ് ഫസ്റ്റ് ചേഞ്ച് ദറ്റ് യു ഷുഡ് ഡു ഇസ് നമ്മൾ വളരെ പ്യൂരിഫൈഡ് ആയ സാധനങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ, അതായത്
നല്ല തൂവെള്ള ചോറ്, ഗോതമ്പ് മാവ്, എന്ന് വെച്ചാൽ ഹോൾ വീറ്റ് അല്ല, അതിൽ നിന്നുള്ള ബ്രാനും എല്ലാം മാറ്റിയിട്ടുള്ള മാവാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതെങ്കിൽ. അതുപോലെ എല്ലാ ഗ്രെയിൻസും എല്ലാ ധാന്യങ്ങളും അതിൻ്റെ മിനിമലി പ്രോസസ്ഡ് ആയിരിക്കണം. അതായത് ഏറ്റവും മിനിമലായിട്ടുള്ള പ്രോസസ്സിങ്. അരിയും ചോറും ഒക്കെ ആണെങ്കിൽ തവിടോടെ ആണ് നമ്മൾ കഴിക്കേണ്ടത്. അത് ഒരു 50% എങ്കിലും തവിട് വേണം നമ്മൾ കഴിക്കും. തവിടോടെ കൂടെ കഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഫൈബറുണ്ട്. അത് സിമ്പിൾ ഷുഗേഴ്സ് മാത്രമായിട്ട് അല്ല ഉള്ളിലോട്ട് ചെല്ലണം. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ് ഈസ് ഇഫ് യു ആർ ടേക്കിംഗ് എ ലോട്ട് ഓഫ് ഗ്രെയിൻ, ഇതുപോലത്തെ ധാന്യങ്ങൾ ധാരാളം കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് അൾട്രാ പ്രോസസ്ഡ് ധാന്യങ്ങൾ, റെഡ്യൂസ്. അതായത് ചിലർ പറയും ഡോക്ടർ ഞാൻ ഒരു നേരം മാത്രമേ ചോറ് കഴിക്കുകയുള്ളൂ, ബാക്കി നേരം എന്താ കഴിക്കുക, ഞാൻ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. സോ ചോറിന് പകരം ചപ്പാത്തി കഴിച്ചെന്ന് പറഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. കാരണം they are also grains. And as long as they are processed grains, they are very similar. ഓക്കെ, ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അളവ് തന്നെ നമ്മൾ കുറയ്ക്കണം. അല്ലെങ്കിൽ അൺപ്രോസസ്ഡ് ബ്രാനോടുള്ള ഗ്രെയിൻസ് അല്ലെങ്കിൽ ധാന്യങ്ങളുടെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ അധികം പ്രോസസ് അളവ് എന്തായാലും കുറയ്ക്കണം. കഴിക്കുന്നത് പ്രോസസ് ചെയ്യാത്തതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 50% തവിടോട് കൂടുതലുള്ള അരിയും ചോറൊക്കെ കഴിക്കുന്നതാണ് നല്ലത്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. ഓക്കെ, രണ്ടാമതായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മളുടെ ഭക്ഷണക്രമത്തിൽ നാരിൻ്റെ അംശം അധികമായിട്ടുള്ള പച്ചക്കറികളും ഫലങ്ങളും ഫ്രൂട്ട്സും നമ്മൾ കഴിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു ഫോണിൻ്റെ സൈസ് നമ്മളിതൊരു 1 പോർഷനാണെന്ന് വിചാരിച്ചു. ആ ഒരു പോർഷൻ ഒരു നമുക്കൊരു അളവുകോലായിട്ട് ഞാൻ തരും. ഓക്കെ, മെഷർമെൻ്റ് ആയിട്ട് ഇതാണ് ഒരു പോർഷൻ ഓഫ് വെജിറ്റബിൾ. ഒരു പച്ചക്കറി, ഇപ്പം നമ്മൾ ബീൻസ് തോരനാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഇത് ഒരു പോർഷൻ, ഇതുപോലത്തെ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ 5-6 പോർഷനോ പച്ചക്കറികളും ഫ്രൂട്ട്സും നമ്മുടെ ഉള്ളിൽ ചെല്ലണം ഒരു ദിവസം. നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ആപ്പിൾ ഒരു പോർഷൻ, 2 ചെറിയ ഓറഞ്ച് ഒരു പോർഷനായിട്ട് കണക്കാക്കാം. ഒരു മാതളം, ഒരു ഗോവ, അങ്ങനെ 1-2 ഫ്രൂട്ട്സോ. ഈ നാര് കൂടി, ഞാൻ ഈ മെൻഷൻ ചെയ്ത പോലെ നാര് കൂടിയത്. ഇപ്പോൾ നമ്മൾ മാതളം കഴിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെന്താ ചെയ്യുന്നറിയാം, എല്ലാം ഇളക്കി ജ്യൂസ് അടിച്ച് അതിൻ്റെ നാരും അതിൻ്റെ കുരുവും എല്ലാം മാറ്റി പരിശുദ്ധമായ സാധനമാണ് കുടിക്കുന്നത്. അതിൽ ഗുണമില്ലെന്നുള്ളതല്ല, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ നാരിനെ മാറ്റിയിട്ടാണ് അവരത് കുടിക്കുന്നത്. അത് നല്ലൊരു അംശം ഗുണമാണ് പോകുന്നത്. സോ ട്രൈ ആൻഡ് ഈറ്റ് ഹോൾ ഫ്രൂട്ട്സ് ആസ് ഹോൾ ഫ്രൂട്ട്സ്. ഓക്കെ, പിന്നെ ബാക്കി പച്ചക്കറികളൊക്കെ നമ്മൾ വിളമ്പുമ്പം നമ്മൾ ഇതൊരു പോർഷനായിട്ട് കണക്കാക്കി, പച്ചക്കറി ഇതിൻ്റെ കൂട്ടത്തിൽ കടല, പയർ, പരിപ്പ് വർഗ്ഗ സാധനങ്ങളും ഉൾപ്പെടും. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 പോർഷൻസ്, 2 ഫ്രൂട്ട്സും ഒരു 3 to 4 പോർഷൻസ് ഓഫ് വെജിറ്റബിൾ പ്ലസ് ലെഗ്യൂംസ്, ഫാമിലിയിൽ നിന്ന് നമ്മൾ കഴിക്കണം. ഇത് മാത്രമാണ് ഡയറ്റെങ്കിൽ പോലും വളരെ പെട്ടെന്ന് നമ്മുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇതിനകത്ത് ഈ പയർ, പരിപ്പ് വർഗ്ഗ സാധനങ്ങളിനകത്ത് പ്രോട്ടീൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫൈബറുണ്ട്. ഓക്കെ, യു ആർ ഗെറ്റിംഗ് എവറിത്തിങ് യു നീഡ് ഫ്രം ദാറ്റ്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അല്ലാതെ നാരുള്ള പച്ചക്കറികളും കൂടെ ചെയ്ത്. സോ ദിസ് സെക്കൻഡ് തിങ്. ഓക്കെ, ഇതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് അത്രത്തോളം വേണം. നമ്മുടെ ഇന്നത്തെ ഒരു ശരാശരി മലയാളി പ്ലേറ്റ് എടുത്ത് നോക്കുമ്പോൾ ഇത്രയും ചോറും ഇത്രയും അളവിലാണ് പച്ചക്കറി വിളമ്പുന്നത്. ഡോക്ടറെ ഞാൻ പച്ചക്കറി കഴിക്കുന്നുണ്ട്, പക്ഷേ പച്ചക്കറിയുടെ അളവാണ് നമ്മളുടെ വലിയ പ്രശ്നം, വളരെ കുറവ്. പിന്നെ എണ്ണയിൽ മെഴുകിയാണ് പച്ചക്കറി വരുന്നത്. ആ എണ്ണയുടെ അളവ് നമ്മൾ നന്നായിട്ട് കുറയ്ക്കണം. അത് വീട്ടിൽ നമ്മളാണ് പാചകം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹായിക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ആണ്, അവരുടെ അടുത്ത് നന്നായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, നമ്മൾ എണ്ണ കഴിവതും ഒഴിവാക്കണം എന്നുള്ളത്. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ് വാസ് വി റെഡ്യൂസ് പ്രോസസ്ഡ് ആയ ധാന്യങ്ങൾ, വളരെ പ്രോസസ്ഡ് ആയ ഫുഡ് അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഇൻക്രീസ് എമൗണ്ട് ഓഫ് ഫൈബ്രസ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യായാമമാണ്. പലരുടെയും വിചാരം ആണ് ഞാനൊരു വിത്തൗട്ട് ചായയും കുടിച്ച് രാവിലെ ഒരു അരമണിക്കൂർ നടന്ന എൻ്റെ വ്യായാമമായി, ഡയബറ്റീസിനുള്ള വ്യായാമം കഴിഞ്ഞു. അതൊട്ടും പോരാ. അത്രയും ചെയ്യുന്ന ആൾക്കാർ വളരെ നല്ലത്. ഡയബറ്റീസ് ഉള്ള വ്യക്തികൾ കുറച്ച് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസസ് ചെയ്യണം. അതായത് കുറച്ച് കുഞ്ഞു വെയ്റ്റ്സ് ഒക്കെ എടുത്ത് കൈയും കാലും ഒക്കെ ഒന്ന് അനക്കണം. അത് ബോഡി വെയ്റ്റ് എക്സസൈസസ് ആകാം. ബോഡി വെയ്റ്റ് എക്സസൈസ് ഗൂഗിൾ ചെയ്ത് ഒത്തിരി വീഡിയോസ് വരും. ചെറിയ തോതിൽ എക്സസൈസ് ചെയ്ത് തുടങ്ങണം.
ഈ നമ്മൾ ഏറ്റവും ഹൈ എൻഡിൽ തുടങ്ങാതെ സ്മോൾ ചെറിയ ചെറിയ വളരെ സിമ്പിളായിട്ടൊരു എക്സസൈസ്. നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു വെള്ളത്തിൻ്റെ കുപ്പി, ഒരു സ്റ്റീൽ വാട്ടർ ബോട്ടിൽ, അതിനകത്ത് വെള്ളം നിറയ്ക്കുക, എന്നിട്ട് നമ്മൾ കുറച്ച് ബൈസെപ്സ് കേൾസ് ചെയ്യുക, എന്നിട്ട് കൈ പൊക്കി പിടിച്ച് നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്യാം ആ ഒരു സിമ്പിൾ വാട്ടർ ബോട്ടിൽ വെച്ച്. ഓക്കെ, അങ്ങനെ ചെയ്ത് പഠിച്ച് തുടങ്ങി ദെൻ യു ക്യാൻ ഗോ ഓൺ ടു ബിഗർ എക്സസൈസസ്. മനസ്സിലായോ? സോ വ്യായാമം, സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുന്ന എക്സസൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയബറ്റിക് പേഷ്യൻസിന്. യു അണ്ടർസ്റ്റാൻഡ്? സോ ദീസ് ആർ ദ 3 മേജർ തിങ്സ്. ഇത് നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലോ ഇപ്പോൾ വളരെ ഹെൽത്തി ആയ സ്റ്റേജിലോ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഡയബറ്റീസ് വരാതെ ഇരിക്കും. പ്രിവെന്റ് ചെയ്യാനും പറ്റും, പ്രിവെന്റ് ചെയ്യാനും ക്യൂർ ചെയ്യാനും പറ്റും. ദിസ് ഇസ് നോട്ട് എ ഡയബറ്റിക് ഡയറ്റ്. ഞാനീ പറഞ്ഞത് ഒരു ഡയബറ്റിക് ഡയറ്റ് അല്ല, ഞാനീ പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും ഉതകുന്ന ഒരു ഹെൽത്തി ഡയറ്റാണ്. Okay, this is a healthy diet. So if you follow a healthy diet with having enough of fiber in your food, you can avoid a lot of diseases. Insulin resistance കുറയും, കൊളസ്ട്രോളിൻ്റെ അളവ് കുറയും, അങ്ങനെ ഒത്തിരി ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറയും, ഒത്തിരി ഗുണഗണങ്ങളുണ്ട്. ഓക്കെ, സോ ചുരുക്കത്തിൽ ഐ വിഷ് ഓൾ ആർ ഡയബറ്റിക്സ് ആക്ച്വലി ലിസൺ ടു ദിസ്, ഹിയർ ദിസ് ആൻഡ് അറ്റ്ലീസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാവരും ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് വ്യത്യാസം ഉണ്ടാവുന്നുണ്ടോ എന്ന് കാണുക. വ്യത്യാസം ഉണ്ടാവുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക. ഓക്കെ ഡോക്ടർ, നമ്മൾ ഇത്രയും സംസാരിച്ച് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ്, ജീവിതശൈലി കൊണ്ടാണ് പ്രമേഹം വരുന്നത്. പക്ഷേ ജീവിതശൈലി ഒന്ന് ബാലൻസ് ചെയ്താൽ പ്രമേഹത്തെ അവോയ്ഡ് ചെയ്യാമെന്ന് തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. ഇനി പ്രമേഹമുള്ള രോഗികൾക്കാണെങ്കിൽ അവർക്ക് എങ്ങനെ അതിന് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താം എന്ന് നമ്മൾ സംസാരിക്കേണ്ടായി. ഇത്തരത്തിലുള്ള നല്ല ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.